പിടിച്ച് അണച്ചു കൂട്ടി പിടിക്കൂല, ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചിലക്കാർക്ക് കുട്ടികളെ നുള്ളാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ. ചില കുട്ടികളൊക്കെ വളരെ ക്യൂട്ടായ മക്കളൊക്കെ ആകുമ്പോൾ കുട്ടീനെ വെറുതെ നുള്ളു, ആ കുട്ടി കരയും ചെയ്യും, ഇയാൾ ചിരിക്കുകയും ചെയ്യും അല്ലേ. അതൊരു ഹുബ്ബാണ്. ആ വേദനിപ്പിക്കൽ അതൊരു സ്നേഹത്തിൻ്റെതാണ്. ലഖത്തത്തുൽ ഖബർ ഉണ്ടെന്നാണ്, ഖബർ അങ്ങനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുമെന്നാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനൊക്കെ സംഭവിച്ച പോലെ ലഖത്തത്തുൽ ഖബർ, ഖബർ നിങ്ങളൊരു വരി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമെന്നാണ്. ഞാൻ ബർദുബയിലുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ. അപ്പോൾ ഒരാളൊരു മാഹിറുള്ള നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ്, പാവം ആൾ വന്നിട്ട്, ആൾ കുറേ കാലമായപ്പോൾ കാണാൻ ആഗ്രഹിക്കുകയായിരിക്കും. വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് 2 തോളിലും കെട്ടിപ്പിടിച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഉസ്താദ് ഇതിനൊന്നും സംഭവിക്കരുത് കേട്ടോ, ഈ കൊറോണ കാലത്ത് ഇമ്മാതിരി കെട്ടിപ്പിടുത്തൊക്കെ ചെയ്താൽ എന്തായി പോകും, പേടിയാവുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ? ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് അയാൾ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോൾ. പാവ മനുഷ്യൻ ഫോട്ടോ ഒക്കെ എടുത്ത്, ഫോട്ടോ ക്യാമറനെ ഓണാക്കാൻ അറിയില്ല, അത്രയൊരു പാവ മനുഷ്യൻ. ആ ക്യാമറയൊക്കെ ഓണാക്കി ഫോട്ടോ ഒക്കെ എടുത്ത്, പക്ഷെ അദ്ദേഹം ആകെ കെട്ടിപ്പിടിച്ചു, തോളിലൊക്കെ കടന്നിട്ട് വിടുന്നില്ല. അപ്പോൾ അതൊരു ഹുബ്ബാണ്. ആ മനുഷ്യൻ അറിയുന്നില്ല തൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവുമോ, അവർ ചിന്തിക്കൂല. ഹുബ്ബിന് അങ്ങനെ പ്രശ്നമുണ്ട്. സ്നേഹിക്കുമ്പോൾ നമ്മൾ പലതും ഒരു 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 ഫ്രീഡം കാണിക്കും അവിടെ അല്ലേ, നുള്ളി വേദനിപ്പിക്കുന്ന പോലെ. അള്ളാഹുവിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ്. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുക്കും. അത് അള്ളാഹിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ് മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു അസുഖം വരാതിരുന്ന ചില ആളുകളൊക്കെ അള്ളാഹുവിനോട് ഇഷ്ടമല്ലേ. അസുഖങ്ങൾ തീരല്ലാത്ത ആൾക്കാർ, എനിക്കിതുവരെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ല നിങ്ങൾ? അത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയ പരീക്ഷണങ്ങളൊക്കെ വേണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹുബ്ബ് അള്ളാഹു എടുത്തു കളഞ്ഞോ, അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണമെന്നാണ്. ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും കർരിർ അദ്ഇയത്തൽ കർബ്, പരീക്ഷണങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമുണ്ട്. ആ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകാൻ അള്ളാഹു തആല പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എപ്പോഴും. ഇനി പരീക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കരുത്. അല്ലാഹ് 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 അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു. ഒന്ന്, അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ശരീക ലഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ കർബ് നീങ്ങാൻ, പരീക്ഷണങ്ങൾ നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽപ്പെട്ടതാണ്. വളരെ എളുപ്പമാണ്. അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹ് ലാ ശരീക ലഹ്. അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, നീ എൻ്റെ റബ്ബാണ് അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല റബ്ബേ, നിനക്ക് ശരീക്കുകാരില്ല റബ്ബേ. ഒരു രോഗിക്ക് ഏറ്റവും പറയാൻ എളുപ്പമുള്ള ദിക്ർ അല്ലാഹ് എന്ന ദിക്റായിരിക്കും. അല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ഹാ വരില്ല തൊണ്ടേന്ന്, ബുദ്ധിമുട്ടായിരിക്കും. കൊറോണ ഒക്കെ പിടിച്ച് ചുമയൊക്കെ വന്ന ആളുകൾക്ക് എന്തൊരു പ്രയാസമായിരിക്കും. അൽഹംദുലില്ലാഹ് പറയാൻ കഴിയില്ല, അപ്പോഴെങ്കിലും ചുമക്കും. അല്ലാഹ്. ഏത് സക്രാത്തിലും മനുഷ്യന് പറയാൻ കഴിയുന്നൊരു ദിക്റാണിത്. അല്ലാഹു റബ്ബി. അത് ദുആഉൽ കർബാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ്, പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകാനുള്ള ദുആകൾ, അത് നമ്മൾ നിത്യവും പതിവാക്കുക, അത് കൊണ്ട് നടക്കുക. ഇല്ലെങ്കിൽ മുമ്മഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ ലിസ്റ്റ് ഉണ്ടാവും, മുമ്മഞ്ഞ് ദുആകളുടെ, ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ പതിവാക്കുക. ഒരു പ്രശ്നം വരാൻ കാത്തിരിക്കരുത്. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ഇനി എന്താപ്പോൾ ചെയ്യുക, ഇനി വല്ലതും ചെല്ലാണ്ടോ എന്ന് ചോദിക്കും, അതേ ചൊല്ലിയാൽ മതി. അദ്ഇയത്തുൽ കർബ്, പരീക്ഷണങ്ങൾ നീങ്ങാനുള്ള ദുആ എപ്പോഴും ചൊല്ലണം എന്നാണ്. അലൈക ബിൽ അമലിൽ ജാദിൽ മുസ്മിർ, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിക്കണം. നമ്മൾ വെറുതെ ഇരിക്കരുത്, പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, അധ്വാനിച്ചു കൊണ്ടിരിക്കണം. പ്രായമുള്ള ആളുകൾ കണ്ടിട്ടില്ലേ, റിട്ടയർമെൻറ്റ് കാലത്തും കഠിനാധ്വാനം ചെയ്യുന്നു. വെറുതെ സെക്യൂരിറ്റിൻ്റെ ജോലിയെങ്കിലും ചെയ്യും. വെറുതെ വീട്ടിലിരിക്കേണ്ട, അധ്വാനിച്ചു കൊണ്ടിരിക്കുക. അത് നമ്മൾ ആഖിറത്തിൻ്റെ അമല് കൂടെയാണെങ്കിൽ എത്ര ഭാഗ്യമാണ്. ഉത്റുക്കിൽ അറാജീഫ്, കള്ളക്കഥകളാരും വിശ്വസിക്കരുത്. റൂമറുകൾ, അടിസ്ഥാനമില്ലാത്തത്, തലയും വാലും ഇല്ലാത്തത്, ആരെങ്കിലും ചോർത്തിയ ഫോൺ കോളുകൾ, അതൊന്നും നോക്കാൻ നിൽക്കരുത്. ഉത്റുക്കിൽ അറാജീഫ്, അത് ഒഴിവാക്കൽ മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ അടയാളമാണത്.
ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ഖീല വഖാൽ, അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ, ഒരു തമ്പും വാലുമില്ല എന്നൊക്കെ പറയില്ലേ, ആര് പറഞ്ഞു, ഇവിടുന്ന് ആർക്ക് എവിടുന്ന് കിട്ടി ഒന്നും അറിയില്ല, അങ്ങനെ പറയാ, അങ്ങനെ ആണോലോ, അങ്ങനെ ഉണ്ടോലോ, ഇവിടെ ഉണ്ടോലോ, വാട്സപ്പിലുണ്ടോലോ, വലിയ കിതാബല്ല ഇപ്പോൾ വാട്സപ്പിലുണ്ടോലോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ടോലോ, ആർക്കും എന്തും എഴുതി വിടാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ നമ്മൾ അങ്ങനെ ഒരു റെഫറൻസ് ആക്കി വെക്കാൻ പാടുണ്ടോ? ഉത്റുക്കുൽ അറാജീഫ്. പിന്നെ അവസാനത്തെ രണ്ടെണ്ണം കൂടെ, ഒരിക്കലും ആരോടും പ്രതികാരം ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും വലിയ അമൽ ഖൽബ് ശുദ്ധിയാക്കലാണ്. നമ്മുടെ ഖൽബ് ശുദ്ധിയാവാതെ എത്ര നമ്മൾ അമൽ ചെയ്താലും അള്ളാഹുവിനെ ഖബൂലിയത്ത് തരൂല അള്ളാഹു തആല. ഖൽബ് ശുദ്ധിയാക്കലാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു വശത്തല്ലെങ്കിൽ മറ്റൊരു വശത്തുകൂടെ നമ്മുടെ ഖൽബിനെ ആശ്വസിപ്പിക്കലും ഹൃദയത്തെ ശുദ്ധിയാക്കലുമുണ്ട്. അങ്ങനെ നമ്മൾ തെളിമയോടുകൂടെ അങ്ങ് റമദാനിലേക്ക് കയറാൻ, അങ്ങനെ നമുക്ക് റമദാൻ മുഴുവൻ ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് ആരോടും ഒരു റിവെഞ്ച് വേണ്ട. ഉത്തുറുക്കിൽ ഹഖദക വഹിർസക അലൽ ഇന്തിഖാം യദുറു ബിസിഹതിക. നമ്മൾ ആരെയെങ്കിലും പ്രതികാരമെടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഒരു ചാൻസ് കിട്ടട്ടെ, മരിക്കോളം ആ ചാൻസ് കിട്ടിയില്ല എന്ന് വരും, എത്രയും കാലം കാത്തിക്കണ്ടേ. നമ്മളെ പണി കളഞ്ഞ ആളാണ്, ഓൻ്റെ പണി എനിക്കൊന്ന് കളയണമെന്നുണ്ടോ, കുറേ നടക്കുന്നല്ലാതെ ഓൻ്റെ പണി പിന്നെയും പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്തിനാ അതിൻ്റെ ആവശ്യം? ഒത്തുറുക്കിൽ ഇന്തിഖാം, പ്രതികാരം എടുക്കണ്ട. നമ്മെ ഇങ്ങോട്ട് പറ്റിച്ച ആൾക്കാരുണ്ടാവും, നമ്മളങ്ങോട്ട് പറ്റിക്കാൻ നിൽക്കണ്ട. ഒത്തുറുക്കിൽ ഇന്തിഖാം, ഈ പ്രതികാര ബുദ്ധി ഉണ്ടല്ലോ, അല്ലാഹുവേ ഭയങ്കര പ്രശ്നമാണ്, മുഅ്മിനീങ്ങളെ വലിയ വിഷയമാണ്, എല്ലായിടത്തും ഉണ്ട്. മുത്തഅല്ലിമീങ്ങൾ മുതൽ ആലിമീങ്ങൾ മുതൽ സംഘടനാ പ്രവർത്തകന്മാർ മുതൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കണ്ണുകടിയെന്ന് പറയില്ലേ. നമ്മളാ പച്ചയായ മനുഷ്യന്മാരായി ജീവിച്ചൂടെ, എന്ത് റാഹത്തായിരിക്കും. ആരോടൊരു പ്രതികാരം, എന്നെ ഒഴിവാക്കിയാലും സന്തോഷം, എന്നെ എടുത്താലും കുഴപ്പമില്ല. എന്തിനങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത്? ഉത്തുറുക്കിൽ ഇന്തിഖാം, ആരും ആരോടും പ്രതികാരം ചോദിക്കേണ്ട. അങ്ങനത്തെ നല്ല മനുഷ്യന്മാർ മരിച്ചാൽ ആരും പറയാതെ ഒരുപാട് ആളുകൾ ആ ജനാസക്ക് ഓടിക്കൂടുന്നത് കാണാൻ കഴിയും. ഈ മനുഷ്യനെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, എവിടുന്നാണ് ഈ മനുഷ്യന്മാരൊക്കെ ഓടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്തെന്നറിയോ, ആ മനുഷ്യൻ്റെ ഖൽബ് ശുദ്ധിയായപ്പോൾ മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അത് ഇട്ട് കൊടുത്തതാ, അയാൾക്ക് പോയിട്ട് ഇത് ഇസ്തിഗ്ഫാർ ചെയ്യ്, നിസ്കരിക്കുക. നമ്മളാരോടും പ്രതികാരം ചെയ്യാതിരിക്കുക. കുടുംബത്തിലുണ്ടാവും സ്വന്തം ജ്യേഷ്ഠ അഞ്ചന്മാരൊക്കെ മഹാഫിത്തന ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും കുടുംബത്തിൽ. എന്നാൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ടാവും. ആരോടും പ്രതികാരം ചെയ്യേണ്ട, വിട്ടുകൊടുത്തു. അലല്ലാ, ഞാനത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വിട്ടു, എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല, ആരോടും ഒരു പ്രതികാരവുമില്ല. അവസാനത്തേത് കുല്ലു മാ യുസീബുക ഫഹുവ കഫാറത്തുൻ ലിദുനൂബിക്. നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് നമ്മുടെ തെറ്റുകളുടെ പ്രായശ്ചിത്തമാണ്. എന്ത് സംഭവിച്ചാലും തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. കൊറോണ വന്നാൽ മിനിമം പനി വരൂലേ, ടെമ്പറേച്ചർ, ചിലർക്ക് പനി വരും, ചിലർക്ക് പനി വരില്ല എന്ന് പറഞ്ഞു അല്ലേ. ചിലർക്ക് ചുമ ഉണ്ടാവും, ചിലർക്ക് മണം ഇതൊക്കെ ചൂരൊക്കെ പോവും അല്ലേ. 2 ദിവസം ഞാനും അറിഞ്ഞില്ല കേട്ടാ, മണമില്ല, രുചിയില്ല. ടൈഗർ ബാമൊക്കെ വാരി പൊത്തിയിട്ട് കണ്ണിൽ കൈയായിട്ട് അറിഞ്ഞിട്ടില്ല, കണ്ണെരിഞ്ഞിട്ട് കണ്ണ് ചുമന്നിക്കണ. അപ്പോൾ 2 ദിവസം പോയതാണ്, കിളി പാറിയെന്ന് പറയില്ലേ. അപ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ കുല്ലുമായ യുസീബു കഫാറത്തുൽ ലിദുനൂബിക്, നമ്മുടെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി. കൊറോണ ഇതുവരെ വരാത്തോലും കൈപോക്കിയാട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സാദക്കുമുല്ലാഹു സിഹ്ഹത്തൻ വആഫിയ. അല്ലാഹു ആഫിയത്തും സലാമത്തും തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ ഒരു ഹിഫ്ളാണ്. വന്നെന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. ചില ആൾക്കാർ പറയും അവിടുത്തെ മെഡിക്കൽ ഡിഗ്രി, അവിടുത്തെ MBBSന് വാല്യൂ ഇല്ല എന്ന് പറയുന്ന കൂടെ തന്നെ ഈ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പ്രായമുള്ള ആളുകൾ, നമ്മളാരെങ്കിലും ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇതിലും കൂടുതലാകുമായിരുന്നുവെങ്കിൽ, ഇത് കാരണം എന്തെങ്കിലും ദുർഗന്ധം വരും ശരീരത്തിൽ നിന്ന്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പണ്ടാരോ പറഞ്ഞില്ലേ, വയറ്റുന്നു പോകുന്ന അസുഖമൊക്കെ പോലെ ആയി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലാഹു തആല ഇത്രയല്ലേ ആക്കിയുള്ളൂ. ലക്കൽ ഹംദു യാ റബ്ബ്. അല്ലാഹു, നിൻ്റെ ഒരു പരീക്ഷണം അതിൽ ഞങ്ങൾ ആശ്വസിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഈ റമദാൻ ഇൻഷാ അല്ലാഹ് ശുദ്ധമായ ഖൽബോടുകൂടെ നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തണം. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളെ പരമാവധി, അത്രയും മനുഷ്യന് പറയാൻ കഴിയും, പരമാവധി
ഇത്തഖുല്ലാഹ മസ്തതഅതും, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുസ്ലിമായി ജീവിച്ചാൽ എന്താണ് അയാൾക്ക് കിട്ടാനുള്ളത്? ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചു. അപ്പോൾ കള്ളുകൂടി പറ്റൂല, മറ്റു തോന്നിവാസങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല, വഞ്ചന പാടില്ല, പലിശ പാടില്ല. അള്ളാഹുവേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ എനിക്ക് കിട്ടാനുള്ള, ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കാറില്ലേ ചില നേരത്തൊക്കെ? സുബ്ഹാനല്ലാഹ്. പലിശൻ്റെ ഭക്ഷണം, പലിശയുടെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട എന്ന് മനുഷ്യന്മാർ തീർത്തു പറയും. ഒരു ലോട്ടറി അടിച്ചോക്കണ്ടേ, അപ്പോഴേ ഈമാൻ അറിയുള്ളൂ. ഭയങ്കര പരീക്ഷണമാണത്. നമ്മൾ വിചാരിക്കും അപ്പോൾ എന്തെല്ലാം മസലുണ്ട്, ആ മൂല്യം ഹലാല പറഞ്ഞിരിക്കണല്ലോ, മറ്റുള്ള ഫത്വ ഉണ്ടല്ലോ അവിടെ. അതുവരെ അതൊന്നും നോക്കാത്ത മനുഷ്യൻ പിന്നെ അത് ഹലാലാക്കാൻ നോക്കും. എന്തേ? അതൊരു വലിയ ഫിത്നയാണ്, വലിയ ഫിത്നയാണത്. അതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി തുറന്നോളി. എടുക്കാൻ തന്നെ പാടില്ല ലോട്ടറി, വേറെ വിഷയം. എടുത്ത ഒരാൾ ഒരു എനിക്ക് വിളിച്ചിരുന്നു അതിൻ്റെ ഇത് മസാല ചോദിച്ചിട്ട്, ആൾ പേരൊന്നും ഞാൻ പറയില്ല. ഇത്രയും കൂടി കൈ കിട്ടിയിട്ട് ഒന്നും എടുക്കാൻ പറ്റൂല, ഒന്നും എടുക്കാൻ പറ്റൂല, പലിശപ്പണം കൊടുക്കണ പോലെ കൊടുത്ത് തീർക്കേണ്ടി വരുന്നു. എന്നാൽ ഞാൻ വിളിക്കട്ടെ പറഞ്ഞ് വെച്ചതാ, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. പിന്നെ എന്തായിക്കണേ ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം അത് വലിയ വിഷയമാണ്, അതൊരു വലിയ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്ത് കിട്ടും? ലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല സമാധാനമുള്ള ജീവിതം ഞാൻ അവർക്ക് കൊടുക്കും. ഒരാൾ കള്ളുടിക്കാതെയും പെണ്ണുപിടിക്കാതെയും മദ്യപിക്കാതെയും ജീവിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, നല്ല 1-ാം നമ്പർ മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നിനക്ക് ഇവിടെ കിട്ടും. വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്തും കിട്ടും. പോരെ? എന്താ മുസ്ലിമായാൽ കിട്ടുക? സമാധാനമുള്ള ജീവിതം കിട്ടും. അതന്നെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ എന്ത് കിട്ടും? മനസ്സിന് നല്ല റാഹത്തായിരിക്കും. അല്ലേ അലി സാഹിബ്? അങ്ങനെയല്ലേ? മനസ്സ് റാഹത്തില്ലേ? അൽഹംദുലില്ലാ, നമ്മളുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ, നീ തന്നതൊരു സമാധാനമാണ് പടച്ചോനെ, അൽഹംദുലില്ലാ. ലനുഹിയന്നു ഹയാതൻ ത്വയ്യിബ. നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ളാഹ് തരികയാണെങ്കിൽ അൽഹംദുലില്ലാ. ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ പടച്ചോനെ, നമുക്ക് ദ്വാരക്കാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാം. എന്നാൽ എത്രയോ ഹറാമിൻ്റെ അവസരങ്ങളുണ്ട്, നമ്മൾ പോകുന്നില്ല. വേണ്ട, എനിക്ക് വേണ്ട പടച്ചോനെ, അതിലേക്കൊന്ന് എത്തിക്കല്ലേ പടച്ചോനെ. അങ്ങനെ നമ്മൾ ദ്വാരക്കേണ്ടത്. എന്തിനെന്നറിയോ? ഹയാത്തൻ ത്വയ്യിബ, സന്തോഷമുള്ള ജീവിതം കിട്ടാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റ് സംഭവിച്ചു പോയാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അൽ ഹിജാബ് ബൈനൽ അബ്ദി വ ബൈനല്ലാഹ്, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകൾക്കുമിടയിൽ ഹിജാബ് വരും, അള്ളാഹുവിൻ്റെ ഒരു മറ വരും. അള്ളാഹു പടച്ചു തമ്പുരാനെ പ്രാപിക്കുവാനോ അള്ളാഹുവിനോടൊന്ന് ചോദിക്കുവാനോ മനസ്സറിഞ്ഞ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനോ സാധിക്കാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെയും സ്രഷ്ടാവിൻ്റെയും ഇടയിൽ മറ വീഴുന്നുണ്ട്.